2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും പരസ്പരം മത്സരിച്ച മണ്ഡലങ്ങൾ വെച്ചു മാറുന്നു എന്നൊരു വാർത്ത പുറത്തു വരികയാണ്. അതായത് ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കോൺഗ്രസ് മത്സരിച്ചാൽ കഴിയും, ചില മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ ലീഗ് മത്സരിച്ചാൽ കഴിയുമെന്നൊരു പൊതുധാരണ നേതാക്കന്മാർക്കിടയിലുണ്ട്. അതിൻ്റെ ഒരു പ്രാരംഭ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ 2026 ജനുവരി 4-5 തീയതികളിൽ കോൺഗ്രസിന്റെ 2 ദിവസത്തെ ചിന്തൻ ശിബിർ വയനാട്ടിൽ നടക്കുകയാണ്. ഇതിൽ ഏകദേശം ഒരു ധാരണയായി. പിന്നെ മുസ്ലിം ലീഗ് നേതൃത്വവുമായി സംസാരിച്ച് ഒരു തീരുമാനമെടുക്കും. ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസിന്റെ ചില സീറ്റുകൾ കൂടി ഏറ്റെടുക്കണമെന്ന് കോൺഗ്രസിന് താല്പര്യമുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സീറ്റ് വെച്ച് മാറി മത്സരിച്ച് കഴിഞ്ഞാൽ അത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ UDF-ന് അത് ഗുണം ചെയ്യുമെന്ന് കരുതിക്കൂടെ നമുക്ക്? തീർച്ചയായിട്ടും. ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് ഇത്തവണ കോൺഗ്രസ് ഈ ഇലക്ഷൻ മുന്നൊരുക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. കാരണം കോൺഗ്രസിന് നമ്മൾ എടുത്ത് പരിശോധിച്ചറിയാം, ഈ ഇലക്ഷന്റെ കുറച്ച് ദിവസം മുമ്പ്, ഒരു 5-10 ദിവസം മുമ്പ് തട്ടിക്കുട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന 10 ദിവസം മുമ്പ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതി കോൺഗ്രസിനുണ്ട് എന്ന് വ്യാപക വിമർശനങ്ങൾ തുടർച്ചയായി ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ ചിലതൊക്കെ സത്യങ്ങളുണ്ട്, ചിലതൊക്കെ വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഈ തവണ എന്തായാലും കോൺഗ്രസ് വളരെ നേരത്തെ തന്നെ കൃത്യമായ പ്ലാനിങ് തയ്യാറാക്കി ഓരോ മണ്ഡലങ്ങളെയും തിരിച്ച് ആ മണ്ഡലങ്ങളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരാണ്, ആ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മത്സരിക്കുന്ന പാർട്ടി തന്നെ മത്സരിച്ചാൽ വിജയിക്കുമോ, ഇനി പരസ്പരം വെച്ചുമാറിയാൽ വിജയിക്കുമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു കൃത്യമായ റിപ്പോർട്ട് DCC തലത്തിൽ ആവശ്യപ്പെട്ട് അത് സംസ്ഥാന തലത്തിൽ കോർഡിനേറ്റ് ചെയ്ത് ഒരു തരത്തിലും ഈ പറയുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളോ അങ്ങനെയൊന്നുമല്ല, വിജയ സാധ്യത എന്നുള്ളത് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇത്തവണ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില കരുനീക്കങ്ങൾ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നാദാപുരം സീറ്റ്, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം സീറ്റ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സാധ്യതയുള്ള സീറ്റാണ്. അവർക്ക് ഒരുപാട് അംഗങ്ങളും ആൾബലവും സംഘടനാ സംവിധാനമുള്ള സീറ്റാണ് നാദാപുരം എന്ന് പറയുന്നത്. ആ നാദാപുരം സീറ്റ് വെച്ച് മാറാനുള്ള ഒരു ഈ ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാദാപുരത്ത് എനിക്ക് തോന്നുന്നു തൊട്ടിപ്പുറത്ത് കുറ്റ്യാടിയിൽ പാറക്കൽ അബ്ദുള്ളയാണ് ഒരു തവണ വിജയിച്ചതാണ്. കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടത്. ഈ കുറ്റ്യാടിയും നാദാപുരവും തമ്മിൽ വെച്ച് മാറാനുള്ള ഒരു സാധ്യത ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ തന്നെ ഈ പാറക്കൽ അബ്ദുള്ളക്ക് കുറ്റ്യാടിയിൽ തന്നെ മത്സരിക്കാനാണ് താല്പര്യം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടിന് മാത്രം പോയ കുറ്റ്യാടി ഇത്തവണ പാറക്കൽ അബ്ദുള്ള തിരിച്ചു പിടിക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ടയായിട്ടുള്ള മണിയൂർ പഞ്ചായത്ത് ഉൾപ്പെടെ പയ്യോളി ആ ഭാഗത്തുള്ള മണിയൂർ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറ്റ്യാടി മേഖലയിൽ കൈവിട്ടു പോയിട്ടുണ്ട് CPM-ന്. അതുകൊണ്ട് തന്നെ എന്തായാലും കുന്നുമ്മല് കൈവിട്ടു പോയാൽ അറിയാലോ ഏത് തരത്തിലുള്ള കോട്ടയാണ് കുന്നുമ്മൽ എന്നുള്ളത്. സ്വാഭാവികമായിട്ടാണ് അതൊക്കെ കൈവിട്ടു പോയി കഴിഞ്ഞാൽ ഇവിടെ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ പാറക്കൽ അബ്ദുള്ള വിജയിക്കുമെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പക്ഷെ അതോടൊപ്പം തന്നെ നാദാപുരത്ത് കുറച്ചും കൂടി ഒരു ലീഗ് സ്ഥാനാർത്ഥി വന്നാൽ അവിടെ വിജയിച്ച് കയറാനുള്ള സാധ്യത ആര് കണക്കാക്കുന്നുണ്ട്? UDF കണക്കാക്കുന്നുണ്ട്. അതുപോലെ പേരാമ്പ്ര നിലവിൽ ഇപ്പോൾ ലീഗിന്റെ കയ്യിലാണ്. അവിടെ മത്സരിച്ച ആ സ്ഥാനാർത്ഥിയുടെ പേര് CH ഇബ്രാഹിംകുട്ടി മത്സരിച്ച ആ സ്ഥലത്ത് പക്ഷെ കുറച്ചുകൂടെ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവാണ് വരുന്നതെങ്കിൽ അവിടെ വലിയ രീതിയിൽ അത് വിജയിച്ചു കയറാൻ കഴിയും. ഇപ്പം ഇടതുപക്ഷത്തുനിന്ന് SK സജീഷാണ് അവിടെ മത്സര സാധ്യതയിൽ മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ K സുനിലിന്റെ പേര്, അതുപോലെ തന്നെ SK സജീഷിന്റെ പേര്, കുഞ്ഞമ്മദ് മാസ്റ്ററുടെ പേര്, കുഞ്ഞമ്മദ് മാസ്റ്ററുടെ പേര്, സുഭിക്ഷ ചെയർമാൻ, അദ്ദേഹത്തിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ SK സജീഷൻ തന്നെയാണ് മുൻതൂക്കുള്ളത്. കാരണം ഇപ്പം ചക്കിട്ടവറ പഞ്ചായത്തിൽ പരാജയപ്പെട്ടതോടുകൂടി K സുനിൽ എന്ന് പറയുന്ന ഒരു നേതാവ് വലിയ രീതിയിൽ അപ്രസക്തനാകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത്. ജിതേഷ് മുതുകാട് കോൺഗ്രസിന്റെ നേതാവ് ഉയർന്നു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SK സജീഷിന്റെ പേരായിരിക്കും. പക്ഷേ SK സജീഷ് വന്നാൽ പോലും പേരാമ്പ്രയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് വിജയിക്കുമോ എന്നുള്ളത് വലിയ സംശയമുണ്ട്. അവിടെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലൊരു സീനിയർ നേതാവ്, ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സീനിയർ നേതാവിനെ ഇറക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ വിജയിച്ചേക്കാം എന്നൊരു കണക്ക് കൂട്ടലിൽ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള അല്ലെങ്കിൽ ജയിച്ചു കയറാൻ വലിയ സാധ്യതയുള്ള മണ്ഡലമാണ് പേരാമ്പ്ര. കാരണം മുല്ലപ്പള്ളിക്ക് ആത്മബന്ധങ്ങളുണ്ട് പഴയകാല കോൺഗ്രസുകാരായിട്ടെല്ലാം. അതുപോലെ തന്നെ മുല്ലപ്പള്ളിക്ക് പാർട്ടിക്ക് അതീതമായി ലഭിക്കുന്ന ഒരു ജനപിന്തുണയുണ്ട്. അഴിമതിയുടെ കറവില്ലാത്ത ഒരു നേതാവാണ്. അത്തരത്തിൽ ഒരുപാട് സാധ്യതകൾ മുല്ലപ്പള്ളിക്കുണ്ട്. പക്ഷെ ആ സീറ്റ് ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു സീറ്റ് കേൾക്കുന്നത് തിരുവമ്പാടി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് സംഘടനാപരമായി വളരെ ശക്തമായ സാധ്യതയുള്ള അല്ലെങ്കിൽ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് തിരുവമ്പാടി. അവിടെ നേരത്തെ കോൺഗ്രസ് ജയിച്ച മണ്ഡലമാണ്, പിന്നീട് അത് മുസ്ലിം ലീഗിന് കൊടുക്കുകയായിരുന്നു. തിരുവമ്പാടി തിരിച്ച് ഏറ്റെടുക്കണമെന്നൊരു വികാരം കോൺഗ്രസിനകത്തുണ്ട്. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ തിരുവമ്പാടിയിൽ ജയിച്ചു കയറാൻ കഴിയും. പ്രത്യേകിച്ച് ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി തിരുവമ്പാടിയിൽ മത്സരിക്കുകയാണെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. മറ്റൊരു സീറ്റ് നമ്മൾ തൊട്ടടുത്ത ജില്ലയായ മലപ്പുറത്തേക്ക് വരുമ്പോൾ, മലപ്പുറത്ത് കാലാകാലങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൽ ജയിച്ചു വരാൻ കഴിയാത്ത പൊന്നാനിയോ തവനൂരോ ഒന്ന് ഏറ്റെടുക്കാൻ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ട്. പൊന്നാനിയോ തവനൂരോ ഏറ്റെടുത്ത് പകരം
കോൺഗ്രസിന് മുസ്ലിം ലീഗ് മത്സരിക്കുന്ന ഗുരുവായൂർ കൊടുക്കുക. ഗുരുവായൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൃത്യമായുള്ള മണ്ഡലമാണ് ഗുരുവായൂർ. പക്ഷേ അവിടെ മുസ്ലിം ലീഗാണ് കാലങ്ങളായി മത്സരിച്ച് വരുന്നത്. ആ മണ്ഡലത്തിൽ കോൺഗ്രസ് മത്സരിക്കുകയും കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ്, ഒരു കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന ഒരു നേതാവ്, ചില മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത് കെ മുരളീധരൻ ഗുരുവായൂർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന്. അത്തരത്തിൽ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് ഗുരുവായൂർ. ഗുരുവായൂർ കോൺഗ്രസ് ഏറ്റെടുത്താൽ പകരം തവനൂരോ പൊന്നാനിയോ നൽകണം എന്നൊരു താല്പര്യം മുസ്ലിം ലീഗിനുണ്ട്. പാലക്കാട് ജില്ലയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചു വന്നിരുന്ന CP മുഹമ്മദ് ജയിച്ച മണ്ഡലമായിരുന്നു പട്ടാമ്പി മണ്ഡലം. പട്ടാമ്പിയിൽ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെ യുവ സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിനാണ് ജയിച്ചത്. അതോടൊപ്പം തന്നെ പട്ടാമ്പി മുസ്ലിം ലീഗ് CPI ആണ്. പട്ടാമ്പി മുസ്ലിം ലീഗിന് കൊടുത്ത പകരം കോങ്ങാട് കെ ശാന്തകുമാരി തവണ ജയിച്ച, കഴിഞ്ഞ തവണയെല്ലാം ജയിച്ച കോങ്ങാട് കോൺഗ്രസ് ഏറ്റെടുക്കട്ടെ എന്നത്. പക്ഷേ അത് കോൺഗ്രസ് എത്രത്തോളം അതിന് തയ്യാറാകുമെന്ന് കണ്ടറിയാം. കാരണം കോൺഗ്രസിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് പട്ടാമ്പി നിയോജക മണ്ഡലം. അതുമാത്രമല്ല, കഴിഞ്ഞ 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വിഭാഗം കോൺഗ്രസിന് വിട്ടുപോവുകയും V4 പട്ടാമ്പി എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് അവിടെ പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസിനെ തോൽപ്പിച്ച് അവർ അധികാരത്തിൽ വരികയും ചെയ്തു. ആ ആളുകൾ കംപ്ലീറ്റ് ഇത്തവണ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. ആ പട്ടാമ്പി നഗരസഭാ ഭരണം കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, കോൺഗ്രസിന് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പട്ടാമ്പി വിട്ടുകൊടുക്കുമോ എന്ന് കണ്ടറിയാം. മറ്റൊരു മണ്ഡലമുള്ളത് എറണാകുളത്തേക്ക് വരുമ്പോൾ കളമശ്ശേരിയും കൊച്ചി മണ്ഡലവും തമ്മിൽ വെച്ചുമാറണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കളമശ്ശേരി കോൺഗ്രസിന് കൃത്യമായ സംഘടനാ സംവിധാനമുള്ള മണ്ഡലമാണ് കളമശ്ശേരി മണ്ഡലം. കളമശ്ശേരി നഗരസഭയും ചുറ്റുവട്ടത്തുള്ള പഞ്ചായത്തുകളും എല്ലാം കോൺഗ്രസിന്റെ പ്രസിഡന്റുമാരും നഗരസഭാ ചെയർമാൻ കോൺഗ്രസിന്റെ തന്നെയാണ്. കോൺഗ്രസിന് തനിച്ച് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമുള്ള പഞ്ചായത്തും നഗരസഭയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് കളമശ്ശേരി മണ്ഡലം ഏറ്റെടുക്കുകയും പകരം കൊച്ചി മുസ്ലിം ലീഗിൽ കൊടുക്കണം. നേരത്തെ കൊച്ചി മണ്ഡലം മട്ടാഞ്ചേരി ആയിരുന്ന സമയത്ത് അവിടെ മുസ്ലിം ലീഗ് മത്സരിച്ചാണ്. മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ ലീഗിന് സമാനം ഭേദപ്പെട്ട ഒരു സ്വാധീനമുള്ള പ്രദേശമാണ്. പക്ഷേ കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം കൂടി ചേർന്നാൽ ഒരുപക്ഷെ അവർക്ക് ജയിച്ചു വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയും കളമശ്ശേരിയും വെച്ചു മാറണമെന്നൊരു ആവശ്യം ഉണ്ട്. മറ്റൊരു മണ്ഡലമുള്ള കണ്ണൂർ ജില്ലയിൽ കണ്ണൂരും അതോടൊപ്പം തന്നെ കൂത്തുപറമ്പ്. കണ്ണൂർ നേരത്തെ അബ്ദുള്ള കുട്ടിയിലൂടെയാണ് കോൺഗ്രസിന് അവസാനമായി ജയിച്ചു വരാൻ കഴിഞ്ഞത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോൺഗ്രസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കടന്നപ്പള്ളിയിലൂടെ LDF വെന്നിക്കൊടി പാറിച്ച ഒരു മണ്ഡലമാണ്. അവിടെ ലീഗ് ഏറ്റെടുത്ത പകരം കൂത്തുപറമ്പ് കോൺഗ്രസിന് കൊടുക്കാം. അതായത് സംഘടനാപരമായി കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലം തന്നെയാണ് കണ്ണൂർ. പക്ഷേ ലീഗ് ഒരു സ്ഥാനാർത്ഥി വന്നാൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്ന രൂപത്തിൽ ലീഗിന് ജയിച്ചു കയറാൻ, പക്ഷേ അത് അത്രത്തോളം കോൺഗ്രസ് വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതാണ്. അതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കൂത്തുപറമ്പുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ സംഘടനാ സംവിധാനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നുണ്ട് എന്ന് മുസ്ലിം ലീഗ് തന്നെ തിരിച്ചറിയുന്ന ഒരു പ്രദേശമാണ്. ലീഗിനകത്ത് ചില പ്രശ്നങ്ങളുള്ള പാനൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ കണ്ണൂരിലേക്ക് വരുമ്പോൾ കണ്ണൂരിൽ ടൗൺ ഏരിയകളിൽ മുസ്ലിം ലീഗിന് അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട്. അപ്പൊ ഇപ്പൊ ആദികടലായി എന്ന് പറയുന്ന ആ സ്ഥലത്ത് നമ്മുടെ റിജിൽ മാക്കുറ്റി ജയിച്ചു. റിജിൽ ചന്ദ്രൻ മാക്കുറ്റി അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് അത്ഭുതമാണ്. കാര്യം അവിടെ CPM-ന്റെ ഒരു തനതായ വാർഡായിരുന്നു അത്. മാത്രവുമല്ല, അവിടെ ഇത്തവണ BJP പോലും ആർക്കെതിരായിരുന്നു, ഈ പറയുന്ന അതെ എന്താ ആ ഒരു പശുക്കുട്ടിയെ അറുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് വലിയൊരു ക്യാമ്പയിനിങ് തന്നെ ആർക്കെതിരെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന റിജിൽ മാക്കുറ്റിക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് റിജിൽ വിജയിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട പങ്ക് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗിനാണ് എന്ന് പറയേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് ആ നിലയ്ക്ക് സംഘടനാ സംവിധാനം കൊടുത്ത് അവിടെ കൃത്യമായിട്ട് ഇപ്പോൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്ന് കൃത്യമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് റിജിൽ ചന്ദ്രൻ മാക്കുറ്റി അവിടെ വിജയിച്ചത്. എന്തായാലും ആ ടൗൺ ഉൾപ്പെടുന്ന സ്ഥലത്ത് കണ്ണൂർ മണ്ഡലം ഈ പറയുന്നത് പോലെ മുസ്ലിം ലീഗിന് കൊടുക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു രീതിയിലുള്ള ഒരു മാറ്റം പക്ഷേ വരാൻ സാധ്യതയുണ്ട് എന്ന് കോൺഗ്രസും അതുപോലെ തന്നെ UDF-ലെ മറ്റ് നേതാക്കന്മാരും ഒക്കെ കണക്ക് കൂട്ടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് കൃത്യമായി ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയിലേക്കൊന്നും മുസ്ലിം ലീഗും കോൺഗ്രസും പോയിട്ടില്ല, അല്ലെങ്കിൽ UDF സംവിധാനം പോയിട്ടില്ല. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മത്സരിച്ച ചില സീറ്റുകൾ ഇടുക്കിയിൽ ഉൾപ്പെടെ ഏറ്റെടുക്കണമെന്നൊരു ആഗ്രഹം കോൺഗ്രസിനുണ്ട്. അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകൂ. എന്തായാലും അതുപോലെ തന്നെ പാല പറയാൻ പറ്റും. കാരണം ഒരുപക്ഷെ കേരള കോൺഗ്രസും UDF-ലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പാലാ സീറ്റിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി കൂടെ തിരുവമ്പാടിയെ കണക്കിലെടുക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. തിരുവമ്പാടി കേരള കോൺഗ്രസിന് നൽകി പാല കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ മാണി സി കാപ്പൻ അവിടെ നിലവിൽ MLA ആണല്ലോ. ആ മാണി സി കാപ്പനെ ഒരുപക്ഷെ പരിഗണിക്കാൻ മുസ്ലിം ലീഗ് പോലും വിട്ടുവീഴ്ച ചെയ്തേക്കും എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് വളരെ കൃത്യമായി വളരെ കർശനമായി ഇതിൽ വിജയിച്ചേ പറ്റൂ എന്നുള്ള നിലയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളത് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറയേണ്ട ഒരു കാര്യം.